Mark your attendance. Okay, ready? Okay, can you see this? Can you hear me properly? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? Lakshmi? Okay, Abel? Hannah? Okay, good. Can you see this? Okay. നോക്കാം. Here, polygons. എന്താണ്? Polygons. Hannah, listen here. What is meant by polygon? It is a simple closed curve made up of line segments. എന്താണ് polygons? Polygons is a simple closed curves made up of line segments. Okay. എന്താണ്? Once again, simple ആണ്, closed ആണ്, curve ആണ്. Okay. It is a simple closed curve made up of line segments. Line segments കൊണ്ട് ഉണ്ടാക്കിയ സിമ്പിൾ ആയ ക്ലോസ്ഡ് ആയ കർവ് ആണ്. സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യില്ല അല്ലേ? രാവിലെ നമ്മൾ പഠിച്ചല്ലേ സിമ്പിൾ കർവ് എന്താണ്, ഓപ്പൺ കർവ് എന്താണ്, ക്ലോസ്ഡ് കർവ് എന്താണ്. വി ഡിസ്കസ്ഡ് ഓൾ അബൌട്ട് ദിസ് പ്രീവിയസ് ക്ലാസ്, isn't it? എന്താ ഏഞ്ചൽ അല്ലേ? ദെൻ ഇതാണ് പോളിഗൺ. ദിസ് ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ്. ഓക്കെ. ഇനി സൈഡ്സ് നോക്കാം. ദ ലൈൻ സെഗ്മെന്റ്സ് ഫോമിങ് എ പോളിഗൺ. ഒരു പോളിഗൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൈഡുകൾ നോക്കാം. സൈഡ് ലൈൻ സെഗ്മെന്റ് എ ബി, ലൈൻ സെഗ്മെന്റ് എ ബി, ദെൻ ലൈൻ സെഗ്മെന്റ് ബി സി, ദെൻ ലൈൻ സെഗ്മെന്റ് സി ഡി, ഡി ഇ, ഇ എ. കണ്ടോ, ഈ സൈഡിന്റെ പേരുകളാണ് അതൊക്കെ. They are all line segments. They are all line segments. നോക്കാം. സൈഡ്സ് ഇതാണ് സൈഡ്. എ ബി one side, ബി സി another, ഡി സി another side, then ഡി ഇ, ഇ എ. ഓക്കെ, എ ഇ എന്ന് വേണമെങ്കിലും പറയാം. ഇതാണ് സൈഡ്സ്. ഓക്കെ. ദെൻ വേർട്ടിക്സ്. വേർട്ടിക്സ് എന്ന് പറഞ്ഞാൽ നോക്കുക. വേർട്ടിക്സ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് പെയർ ഓഫ് സൈഡ്സ്. എ ഡോട്ട് എ കണ്ടോ? ഓക്കെ, ഇവിടെ ഈ ഡോട്ടാണ്. ഇവിടെ ഈ ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, അതിന്റെ കോർണർ ഉണ്ട്, ഇതാണ് വെർട്ടിക്സ് എന്ന് പറഞ്ഞാല്. ഏഞ്ചൽ ലിസൺ ഹിയർ. മുഹമ്മദയുടെ ബുക്കിന്റെ ചിത്രമാണല്ലോ ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതാണ് വെർട്ടിക്സ് എ. അനദർ പോയിന്റ് ഹിയർ, ദാറ്റ് ഈസ് പോയിന്റ് ബി, ദാറ്റ് ഈസ് അനദർ വെർട്ടിക്സ്. Then here one point, another point, that is point C, and this is point D, and this is point E. These are all vertices of this polygon. Listen, AB is a side. AB is a side of polygon. Point A is a vertex. Point B is a vertex. Vertex means മൂല അല്ലെ കോർണർ എന്നൊക്കെ പറയില്ലേ, കോർണർ ആണ്. ഓക്കെ, ആ പോയിന്റ് ആണിത്, കോർണർ. one point, one vertex is A, another vertex is B, and C, D, E. Okay, then vertex കഴിഞ്ഞു. Next, adjacent sides. Any two sides with common point. Any two sides with common points. That is side AB, side BC. Have a common angel, have a common point, that is B. Okay, ഇതാണ് adjacent sides. അതായത് തൊട്ടടുത്തുള്ള സൈഡ്സ് എന്നർത്ഥം. adjacent sides means sides near, laying near. അതാണ് AB, BC. Okay, AB is a side and BC is another side. These are laying near, side അടുത്തടുത്ത് കിടക്കുന്നതാണ്. ഇവരെയാണ് adjacent sides എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ
vertex sides പഠിച്ചു, vertex പഠിച്ചു, adjacent sides പഠിച്ചു. Then next adjacent vertex എന്താണ്? The end point of same sides are adjacent vertices. Example E and D. നോക്കുക, ഇതുണ്ടോ? ഇയും ഡിയും adjacent vertex ആണ്. അതുപോലെ ബിയും സിയും adjacent vertex ആണ്. അതുപോലെ ഇവിടെ എയും ഓക്കെ പോയിന്റ് എയും ബിയും adjacent vertexകളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സൈഡ്, സെക്കൻഡ് വൺ ഈസ് vertex, third one is adjacent sides, then fourth one is adjacent vertex. Then diagonals. The joint of any two non-adjacent vertex is a diagonal. Understood? The joint of any two non-adjacent vertex is a diagonal. Listen here. No. If we draw a line like this, okay, A to D, that is a diagonal. Then A to C, straight വരയ്ക്കണേ, A to C, that is a diagonal. But നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, A to C വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഡയഗണൽ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് കോർണേഴ്സ് ആയിരിക്കാൻ പാടില്ല, തൊട്ടടുത്ത കോർണേഴ്സിലേക്ക് വരയ്ക്കാൻ പറ്റൂല. ഓക്കെ, ദാറ്റ് ഈസ് only thing to remember. ഇന്ന് നോക്കുക, ഈ ചിത്രത്തിൽ കണ്ടോ? In this polygon, we draw a line A from A to C, that is diagonal. Then A to D, that is also another diagonal. But we can draw A to B or A to B or A to E. That is not diagonal. Adjacent sides ആയിരിക്കാൻ പാടില്ല, അങ്ങനെ മാത്രമേ ഡയഗണൽസ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഡയഗണൽസ് ഇതുണ്ടോ, ലൈൻ സെഗ്മെന്റ്, ഈ വരയിട്ടാ പറയുന്നത് ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് എ സി, ലൈൻ സെഗ്മെന്റ് എ ഡി. ക്ലിയർ? സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ. ദെൻ ആംഗിൾസ്. ആംഗിൾസ്. An angle is made up of two rays starting from a common point. Okay. An angle is made up of two rays starting from a common point. ഒരു കോമൺ പോയിന്റിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട്. നോക്കിയേ, ദിസ് ഈസ് ഇവിടെയാണ് ഇത് പോയിന്റ് എ, ദിസ് ഈസ് പോയിന്റ് എ. ഉണ്ടോ? ടു റേസ്, ദാറ്റ് ഈസ് റേ എ ബി, റേ എ സി. Ray AC and ray AB starting from this common point. This is angle. Okay. ഇത് വരുന്നതാണ് ആംഗിൾ ആയി വരുന്നത്. ഓക്കെ, ആൻ ആംഗിൾ മെയ്ഡ് ഓഫ് ടു റേസ് സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ്. ഇതിന് നമ്മൾക്ക് കണ്ടോ, ഇതിന്റെ മെഷർമെന്റ് അളക്കുന്നത് ഇങ്ങനെയാണ്, ആംഗിൾ ഡിഗ്രി അളക്കുന്നത് എത്രയാണ്. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ ആംഗിൾ ബി എ സി, കാരണം ഈ എ എപ്പോഴും നടുക്ക് തന്നെ വരണം. കാരണം ഈ റേയുടെയും എ സി എന്ന റേയുടെയും എ ബി എന്ന റേയുടെയും കോമൺ പോയിന്റ് എ ആണ്. അതുകൊണ്ട് ഈ എ എപ്പോഴും സെന്ററിൽ വരണം. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ ആംഗിൾ സി എ ബി എന്ന് പറയണം, അല്ലെങ്കിൽ ആംഗിൾ ബി എ സി എന്ന് പറയണം. സി എപ്പോഴും സെന്ററിലായിരിക്കണം. ദാറ്റ് ഈസ് ദ കോമൺ പോയിന്റ് ഫ്രം വെയർ വിച്ച് ദിസ് ടു റേസ് സ്റ്റാർട്ടിങ്. Ready? Next is triangle. Next is triangle is a three-sided polygon. This is triangle A, B A B A B C എന്ന് പറയാം. സെന്റർ ആണ് C A B അല്ലെങ്കിൽ B A C. This is triangle. Triangle is a three-sided polygon. Triangle is a three-sided polygon. This is one side, that is BC. Then AB, then AC. Okay, these are the sides of this triangles. Sides of triangle is AC, AB and CB. Okay, അപ്പോൾ triangle is a three-sided polygon. ഇനി quadrilaterals. Quadri means എന്താണ്? What is mean by quadri? 4 അല്ലേ?
four-sided polygon. Quadrilateral means four-sided polygon. Okay, four-sided polygon. Then side AB, BC, CD, AD. Okay, these are the four-sided. Quadrilateral is a four-sided polygon. Okay, next is circle. A circle is a simple closed curve. It is not a polygon. Ando, this is a polygon alla. It is a simple closed curve ആണ്. കാരണം polygon എന്ന് പറഞ്ഞാൽ line segment കൊണ്ട് സിസ്റ്റം ഉണ്ടാക്കപ്പെടുകയാണ്. Okay, polygon എന്ന് പറഞ്ഞാൽ polygon made up of line segments. But circle is a simple closed curve. Simple closed curve മാത്രമാണ് circle. ഇനി parts of circle. First, center. Okay, നമ്മൾ ഒരു സെന്റർ ഒരു സർക്കിൾ വരച്ചാൽ അതിനൊരു സെന്റർ ഉണ്ടാവും. Okay, then the fixed point at the center of the circle ആണ് center. The fixed point at the center of the circle, ഒരു സർക്കിൾ വരച്ചാൽ അതിന്റെ സെന്ററിലുള്ള പോയിന്റ്. അടുത്തത് റേഡിയസ്. ഇറ്റ് ഈസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പേജ് നമ്പർ 84 എടുക്കുക. പേജ് നമ്പർ 84, 83, 84 എടുക്കുക. പേജ് നമ്പർ 84, 83. ഓക്കെ, റെഡി? എടുത്തോ എല്ലാവരും? പേജ് നമ്പർ 84 ഉണ്ടോ? അവിടെ സർക്കിൾ ഉണ്ട്. The C is the center of that circle. C is the center of that circle in the picture. ചിത്രത്തിലുള്ളതിൻ്റെ സെന്റർ C ആണ്. അടുത്ത റേഡിയസ് ഏതാണ്? Which is radius? AC. AC is 1 radius. Okay. Radius is a line segment that connects the center to a point on the circle. Radius, it is a line segment that connects the center to a point on the circle. Ready? Point circle ആണ്, അതാണ് റേഡിയസ്. ഇനി ഡയമീറ്റർ. ഹിയർ ഡയമീറ്റർ ഈസ്, അവർ പേര് കൊടുത്തിട്ടില്ല, നമുക്ക് ഒരെണ്ണം എടുക്കാം. PM. Diameter is PM. Okay, this is the, it is a chord passing through a center of circle. It always double the length of radius. That is very important. It is a, that is very important. Okay, അതാണ്. Okay, diameter. First one is center. That is the fixed point at the center of the circle. Then radius. It is a line segment that connects the center to a point on the circle. Third one is diameter. It is a chord passing through the center of the circle. It is always double the length of radius. Radius inde irati aayirikkum eppozhum. Okay. Next one is sector. It is the region in the interior of a circle enclosed by an arch one side and a pair of radii on the other two sides. Picture എടുത്തേ. പിക്ചർ എടുത്ത് അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും എന്താണ് സെക്ടർ. കണ്ടോ? പേജ് നമ്പർ 84 എടുക്കുക. 84ൽ ഫസ്റ്റ് വൺ ഫിഗർ 4.26 നോക്കിക്കേ. അതിൻ്റെ അകത്ത് സെക്ടർ തന്നിട്ടുണ്ട്. എന്താണ് സെക്ടർ? ഇറ്റ് ഈസ് എ റീജിയൻ ഇൻ ദ ഇന്റീരിയർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണിത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? എൻക്ലോസ്ഡ് ബൈ ആൻ ആർച്ച് വൺ സൈഡ്, ഒരു സ്ഥലത്ത് ആർച്ച് ആയിരിക്കും. ആൻഡ് എ പെയർ ഓഫ് റേഡി ഓൺ ദ അതർ ടു സൈഡ്സ്. എ പെയർ ഓഫ് റേഡി, ബാക്കി രണ്ട് വശത്തും റേഡി ആയിരിക്കും, റേഡിയസ് ആയിരിക്കും. അതാണ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സെഗ്മെന്റ്. അതിനെ തന്നെ നോക്കിക്കോ. സെഗ്മെന്റ്. എ സെഗ്മെന്റ് ഈസ് എ റീജിയൻ ഇൻ ദ ഇന്റീരിയർ ഓഫ് എ സർക്കിൾ എൻക്ലോസ്ഡ് ബൈ ആൻ ആർച്ച് ആൻഡ് എ കോഡ്. ഒരു ആർച്ചും ഒരു കോഡും മാത്രമുണ്ട്.
പക്ഷെ എന്താണ് സെക്ടറിന്റെ വ്യത്യാസം? ആർച്ചുമുണ്ട്, 2 റേഡിയും ഉണ്ട്. ഇവിടെ ആർക്കുമുണ്ട്, ഒരു കോഡും മാത്രമാണ് ഉള്ളത്. ഓക്കെ, ദെൻ ഇതിന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയാനുള്ളത്, the diameter of a circle divides the circle into 2 semicircles. Diameter സർക്കിളിനെ 2 ഈക്വൽ സെമി സർക്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇത്ര മാത്രമാണ് സർക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്താണ് സർക്കിളിനൊക്കെ ഉള്ളത് നോക്ക. സർക്കിൾ ഈസ് എ simple closed curve. It is not a polygon. Then parts of circle: center, radius, then diameter, sector, segment and ഇത്തരം ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അതാത് ചോദിച്ചാൽ ഈ ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ പാർട്സ് ഡിഫറെന്റ് കളേഴ്സ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ ആണോ? റെഡിയാണോ? മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ നമ്മളുടെ ഈ പാഠത്തിലാണത്. ഈ പാഠം വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് മിസ് കുറച്ച് സ്പീഡിൽ പോയത്. നമുക്ക് അടുത്ത എക്സാം ആകുമ്പോഴത്തേക്ക് കുറെ ചാപ്റ്റേഴ്സുകൾ കവർ ചെയ്യാനുണ്ട്. ഓരോ ചാപ്റ്ററും കഴിഞ്ഞ് അതിന്റെ ക്ലാസ് ടെസ്റ്റ് വിട്ട് റിവിഷനും ഒക്കെ നമുക്ക് നടത്തണ്ടേ. അതുകൊണ്ട് സിമ്പിളായ ലെസൺസ് മിസ് കുറച്ച് സ്പീഡിൽ കടന്നു പോകും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? നമ്മൾ എടുത്തേക്കുന്ന ചാപ്റ്റർ ഇപ്പോഴ് ബേസിക് ജോമെട്രിക്കൽ ഐഡിയാസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതോ സംശയം ഉണ്ടെങ്കിൽ അതിൽ എല്ലാ എക്സസൈസുകളും ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഓൾറെഡി 3rd ചാപ്റ്ററിന്റെ എക്സസൈസ് നിങ്ങൾ ചെയ്യാനുണ്ട്. എക്സാം ആയതുകൊണ്ട് മിസ് അത് ചോദിക്കാതിരുന്നതാണ്. ഇനി എക്സാം കഴിഞ്ഞ ശേഷം, വെള്ളിയാഴ്ച എക്സാം കഴിയല്ലോ, ശനിയാഴ്ച മുതൽ ഓരോരോ എക്സസൈസുകളായി ചെയ്ത് അയക്കുക. ഒന്നിച്ചു കൂട്ടി വെക്കരുത്, ബുദ്ധിമുട്ട് വരും. തിങ്കളാഴ്ച സ്റ്റാർട്ട് ഫ്രം സാറ്റർഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, ഓരോരോ എക്സസൈസുകളായിട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഗ്രേസ് മോൾ ഒരുപാട് നോട്ട് മിസ് അയച്ചു തരാനുണ്ട് കേട്ടോ. ഇന്ന് എക്സാമിന് റെഡിയായോ ഗ്രേസ്? ഇന്ന് മോൾ എക്സാമിന് റെഡിയാണോ ഗ്രേസ്? കാണത്തില്ല മോളെ, എനിക്ക് ശരി കാണത്തില്ല. യെസ് ഓർ നോ? ഗ്രേസേ അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്ത മോളെ. ആർ യു റെഡി ഫോർ എക്സാം? കേൾക്കണമെന്നില്ലേ? ഓക്കെ, then in this chapters we learned about എന്താണ് point, then line, line segment, ray, parallel ray, and then portions in a figure, then polygon curves അല്ലേ? curves, 3 type of curves, triangles and quadrilateral, last circle. Important parts of circle. Okay, ready ആണല്ലോ? ഇപ്പോൾ സമയം 2:53 ആയി. ഓക്കെ, ആർ യു റെഡി ഫോർ എക്സാം? എക്സാം റെഡി ആണോ മക്കളെ? ടെൻഷൻ ഉണ്ടോ? സിമ്പിൾ അല്ലേ? നമ്മൾ 2 പാഠം പഠിച്ചു, റിവിഷൻ ഇട്ടു, 2 പ്രാവശ്യം ക്ലാസ് ടെസ്റ്റ് നടത്തി. വളരെ സിമ്പിൾ ആട്ടോ. കണക്കെന്ന് പറയും വളരെ ഈസിയാണ്. കുറെ ചെയ്യാനുണ്ടെന്ന് മാത്രം, പക്ഷെ അത് പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, ഡോണ്ട് വറി. ഇനി ഈ പാഠത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ. 5 മിനിറ്റ് കഴിയുമ്പോൾ ക്ലാസ് ഓഫ് ആവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, മിസ് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഡു യു ഹാവ് എനി ഡൗട്ട് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റേഴ്സ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷിസ ഫാത്തിമ, വേർ ആർ യു? Turn on your video. Abel Binoy, what are you saying? എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടല്ലോ? ഏബൽ എന്താ പറയാനുള്ളേ? ഷിസ ഫാത്തിമ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിലെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുഹമ്മദ് കേക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ മുഹമ്മദ്? എന്താണ് ഷിസ ഫാത്തിമ?
ഫസ്റ്റ് ചാപ്റ്ററില് എക്സസൈസ് 1.1 ഇല്ലേ, അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നാ ചെയ്യേണ്ടത് മിസ്? എക്സസൈസ് 1.1 അല്ലേ? പേജ് നമ്പർ പറഞ്ഞേ മോനെ ഒന്ന്. 12. അതെന്താ ചെയ്യേണ്ടത്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് 1 lakh is equal to, അതിന്റെ ആൻസർ, എല്ലാത്തിന്റെ ആൻസർ 10 ആണ്. 1 lakh is equal to 10,000. 10 എന്ന് പറയുമ്പോൾ 100 ആയില്ലേ? അപ്പൊ 100,000 വരും. ഓക്കെ. ദെൻ 1 million എന്ന് പറഞ്ഞാലും 10 100,000 ആണ്. അതായത് 10 into 100,000 ആയി. അപ്പൊ 1,000 ആയും. അടുത്തത് 1 crore എന്ന് പറഞ്ഞാലും 10 lakh ആണ്. 10 into 10 100 ആയി 1000 lakh ആണ്. അതുപോലെ 1 crore ആൻസർ 10 million. അതിൻ്റെ അകത്ത് എല്ലാത്തിന്റെ ആൻസർ 10 ആണ്. അതുപോലെ 1 million ഈസ് ഈക്വൽ ടു 10 lakh. എല്ലാത്തിന്റെ ആൻസർ 10 ആണ്. പിന്നെ നമ്പർ നെയിമില് നിങ്ങൾക്ക് ഇപ്പൊ നമ്പർ നെയിം തരുമ്പോൾ അത് ശരിക്കും പ്ലേസ് വാല്യൂ ഇട്ട് നോക്കി എഴുതണം. നമ്പർ നെയിമോ അല്ലെ ന്യൂമറലോ ആണ് തരുന്നെങ്കിൽ നിങ്ങൾ അതൊന്ന് റഫായിട്ട് എഴുതി നോക്കിയ ശേഷം മാത്രമേ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. മാസത്തിൽ പ്രത്യേകിച്ചും പഠിക്കുന്നത് മാത്രമല്ല, എക്സാം സമയത്ത് നമ്മൾ അതെങ്ങനെ ചെയ്യുന്നു എന്നതും കൂടെ ഇരിക്കും. അതുകൊണ്ട് ഓരോന്നും ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 times റീഡ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 times ആൻഡ് യു ഡു നെസസറി വർക്ക്സ് അറ്റ് റഫ് പേപ്പർ. റഫ് പേപ്പറിൽ വർക്ക്സ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച ശേഷം മാത്രമേ ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. മിനിമം എത്ര തവണ ക്വസ്റ്റ്യൻ വായിക്കണം? 3, 3:30, 3:45, 3:45 വരെയൊക്കെ എടുത്തു ആ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരാൾ സംശയം പറഞ്ഞു തീരുമോ എന്ന്. തീരുമെന്ന് മിസ്സിന് അറിയാം. ഓൺലി 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, ഇനി തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആരും 3:25 മുമ്പ് എനിക്ക് സബ്മിറ്റ് ചെയ്യണ്ട. വേഗം ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് എണീറ്റ് പോകാമെന്ന് ആരും വിചാരിക്കണ്ട. 3:25 മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ട ആരും. കാരണം അത്രയും സമയം വേണം നിങ്ങൾക്ക്. There are 25 questions. Okay, each question carries 1 mark. So 3:30 or 40, 55, 45 അതിക്കുള്ള വേണ്ടല്ലോ, വേണ്ടി വരത്തില്ല. ആ സമയം നിങ്ങൾക്ക് എടുക്കാം. ശരിക്ക് ക്വസ്റ്റ്യൻ വായിച്ച് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.